ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു യാത്ര പോകുകയാണ് കേട്ടോ. മാമലക്കണ്ട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ ചേച്ചിയും ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. മാമലക്കണ്ട് എന്ന് പറഞ്ഞ സ്ഥലം വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ടൊക്കെ നമുക്ക് പോയി വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പ്രകൃതിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മലയും വെള്ളച്ചാട്ടവും കാടും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ ഫുഡൊക്കെ ആയിട്ട് പോകണമായിരിക്കും നല്ലത്. അവിടെ ഹോട്ടലുകളൊന്നുമില്ല. മാമലക്കണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലുകളൊന്നുമില്ല. അപ്പോൾ മാമലക്കണ്ട് ഉള്ളിലേക്ക് കയറുന്നേക്കാളും മുന്നേ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ ലഞ്ചിന് ചോറും കറിയൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളയപ്പം മുട്ടക്കറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതും കഴിച്ചിട്ട് ഞങ്ങൾ പോയത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും തീരെ കടകളൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയത് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കോളും ജാൻവിന് അട്ട കടിച്ചതോടുകൂടി എല്ലാവർക്കും പേടിയായി, ജീവനൊക്കെ പേടിയായി. പിന്നെ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് അവിടെ കാലൊക്കെ കഴുകി അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ പോരുക ചെയ്തത്. പിന്നെ ഉച്ച കഴിഞ്ഞതോടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുറത്തൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. 1-2 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തോളൂ. പിന്നെ എന്താ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് അവിടെ. പക്ഷെ ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ വെള്ളത്തിലൊക്കെ കളിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ജാൻവിൻ്റെ പിന്നെ അതിനെ കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഇരുന്നു. അത് ഞങ്ങൾ പോകുന്നത് ജീവനാണെങ്കിൽ ഭയങ്കര പേടിയും കരച്ചിലും ബഹളമൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരിക്കണേട്ടാ. അട്ടയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവനെ കളിയാക്കി അങ്ങനെ ഇരിക്കണേണ് ഞങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് കാടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു വൃത്തിയായിട്ടൊക്കെ കിടക്കണമായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് പേടിയാവും ഇത് കാണാൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഒരു പേടിയും ഉള്ളിലൊരു പേടിയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി കേട്ടോ. മഴയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. വല്ല ആനയെങ്ങാനും വന്നു കഴിഞ്ഞാൽ പണി പാളും. പ്രദേശത്ത് അവൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഏതുനേരം കാട് മാത്രമേ. ജീപ്പ് സഫാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും കയറിയില്ല. കാരണം മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ അത് മാത്രമല്ല എനിക്ക് പേടിയുമാണ്. അതാണ് മെയിൻ കാര്യം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം, ഒരു തെളിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. മറ്റേ കുട്ടേട്ടാ അത് പറഞ്ഞ പോലെ അല്ലേ കുട്ടേട്ടോ. കുട്ടേട്ടാ